നടക്കുന്നത് പുതിയ വന്നിരിക്കുന്ന റോബ്ലോക്സിൽ നമ്മൾ ഇതിൻ്റെ ഫോർത്ത് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൊക്കെ അടിച്ച് തകർക്കുക. അപ്പോൾ എത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ അല്ല, സോറി തെറ്റി ബൈ. ഈ വീഡിയോയുടെ തേർഡ് പാർട്ട് ഇട്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഇട്ടോന്ന് എനിക്കറിയില്ല. സെക്കൻഡ് പാർട്ട് ഇട്ടായിരുന്നു തോന്നുന്നു. ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് 10K ലൈക്ക് ടാർഗറ്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്പീഡ് ഇപ്പം 47 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, ഇപ്പം സ്പീഡ് നിങ്ങൾക്ക് നല്ലപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഗൈസ്, നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി സീനാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്റ്റേജ് 1 സിമ്പിളാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിരിക്കും. എനിക്കൊരിപ്പോൾ 60 ലെവലായാൽ മാത്രമേ എനിക്ക് ഗുണമുള്ളതെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല ഇപ്പോൾ എത്രയും സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കാണുന്നല്ലോ. എന്നിട്ടും എനിക്കൊരു പിടിവാശി ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഗെയിം എങ്ങനെ ഫസ്റ്റ് അടിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അത് ഞാൻ ഇത്രയും പാർട്സായിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം എങ്ങനെ ഫസ്റ്റ് അടിപ്പിക്കും, അതാണ് എൻ്റെ മൈൻഡിൽ. ഇതെങ്ങനെ ജയിക്കും നമ്മൾ, അതാണ് ഗൈസ് എൻ്റെ ഒരു ഇത്. എൻ്റെ സ്പീഡ് കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറയും. 24 ആയിരുന്നു നേരത്തെ, 26 എത്ര കണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്നെ കൊന്നവളെ ഞാൻ വെട്ടും. പൊടി എണിച്ച് പൊടി എണിച്ച് പൊടി എണിച്ച് പൊടി എണിച്ച് പൊടി എണിച്ച് പൊടി പൊടി പൊടി. അയ്യോ, ഓടിക്കോ 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 ഓടിക്കോ. സായി പപ്പിടാ, എടാ സായി പപ്പിടാ, എടാ സായി പപ്പിടാ, സായി പപ്പിടാ, സായി പപ്പി. ആസിഫടാ മോനെ, ആസിഫ് നീ കാട്ടാക്കട ചന്ദ്രൻ്റെ മോനെ അറിയാവോ? എന്നാ അവിടെ ഉള്ളവനാ നമ്മൾ. നീ പേടിക്കൊന്നും വേണ്ട അടി സാമു. ഇപ്പം നമ്മളിത് കടന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ എങ്ങനെയെങ്കിലും കടക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, 24 വെച്ച് കയറിയതായിരുന്നു. സ്പീഡ് വിട്ടേ. ഇപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ടാർഗറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഈ വീഡിയോക്ക് നല്ല ലൈക്ക് ടാർഗറ്റ് വേണം, നല്ല സബ്സ്ക്രൈബേഷൻ വേണം. നമുക്ക് നല്ലൊരു കമൻറ്റ് ബോക്സ് നല്ലൊരു കുറച്ച് കമൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ നല്ല കമൻറ്റ്സ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടേ. എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല അത് ജയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്ന. കൈതട്ടിയത് തന്നെ രക്ഷ, നമ്മൾ ചത്തുപോവുകയാണ്. എനിക്ക് ഒട്ടും മനസ്സിലാവുന്ന ഈ ഗെയിം എങ്ങനെ രക്ഷപ്പെടും, നമ്മൾ ജയിക്കുമോ തോക്കുമോ നമുക്കറിയാം ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ലാവാ സ്റ്റേജ് ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ആ ലാവ പൊങ്ങി വരത്തില്ല. ആ സ്റ്റേജ് എനിക്ക് ഇനി കടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല, അത്രയും സ്പീഡൊന്നും എനിക്കിതുവരെ ആയിട്ടില്ല. അപ്പോൾ എത്രയും സ്പീഡൊക്കെ ആവണോ, എന്തുമാത്രം ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അവളെ പിടിക്കാൻ പറ്റത്തില്ല. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നല്ല ബാക്ക് ബോഡീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ബോഡീസ് എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പറയാം, ബാക്ക് ബോഡീസ് ഒന്നുമല്ല. അവർക്കൊക്കെ നല്ല അവർ പൈസ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ നല്ല റീബർത്തും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ മണിക്കൂർ കൊണ്ട് കളിക്കുന്ന ഗെയിംസാണെന്ന് തോന്നുന്നു. നമ്മൾ മാത്രം 10-25 മിനിറ്റ് മാത്രം ഇട്ട് കളിക്കുന്ന ഗെയിംസാണ്. അത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ലേ, അത് കളിക്കത്തൊക്കെ ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എക്പെറ്റ് ഡിസെക്റ്റ് എടുത്ത് നമ്മൾ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു. ഓക്കെ എക്പെറ്റ്, ഓക്കേടാ എടാ ഓക്കേടാ, എടാ പോടാ, എനിക്ക് ചാടാൻ പറ്റുന്നില്ല നിൻ്റെ അമ്മ. പോയ നോക്കണേ, ഒറ്റ അടിക്കാൻ ചത്തം തോന്നുന്നു കേട്ടോ. ഇല്ല, അവൻ ജയിച്ച്. ഓക്കെ, നമ്മൾ സ്ലിപ്പ് ആവരുതിന് നമ്മൾ സൂക്ഷിച്ച് വേണം ഇനി കളിക്കാൻ. ഓക്കെ, എനിക്ക് ആ 100 അത്ര ആ വിന്നൊന്നും എടുക്കണം. എൻ്റെ ഫോന് എനിക്ക് ദേഷ്യം വരുന്നു. കൂൾ ബേബി, കൂൾ ജസ്റ്റ് ആഫ്റ്റർ കൂൾ. അവനൊക്കെ പച്ച സ്പീഡായിട്ടുണ്ട് കേട്ടാ. അവൻ പറക്കുവോ, ഒറ്റ മൈൻഡിൽ അവനും പറക്കുവോ കേട്ടോ. അവന്മാരൊക്കെ ഒറ്റ മൈൻഡിൽ പറക്കും. ഞാൻ പോയ സ്പീഡിന് ആ പച്ച സ്പീഡ് എത്ര നോക്കട്ടെ. പച്ച പ്ലസിന് 4.60. പറ്റിയതല്ല. ഓടട്ടെ, ഓടി കഷ്ടപ്പെടട്ടെ, പൈസ ഉണ്ടാക്കട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ഞാൻ ഈ 11 വിൻ എടുക്കുക കേട്ടോ. 11 വിന്നൊക്കെ 25 വിന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ചിലക്കാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഞാനിത് പൈസ എടുത്ത് കൂട്ടിയോണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ 400 രൂപയ്ക്കകത്ത് കൂട്ടിയോണ്ട് അത് കാര്യം. ഇല്ലെങ്കിൽ കുറച്ച് 150 രൂപ നമുക്ക് എത്ര 20-70 അത്ര രൂപയ്ക്ക് വെച്ചാണ് നമുക്ക് കയറുന്നത്. എന്തായാലും അത് കുഴപ്പമില്ല. നമുക്ക്
പക്ഷേ നല്ലൊരു എമൗണ്ട് ആണ്. ഓ ഇവിടെ എന്താണ് ഇവിടെ ലാഗും പിന്നെ കുറേ പണികളുണ്ട്. എനിക്ക് വയ്യ, മടുത്ത്. എന്തൊരു ഇതാണെന്ന് പറ ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല. ദേഷ്യം വന്നിട്ട് വയ്യ എനിക്ക്. ഞാൻ ചാടുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പോകും. എന്നിട്ട് നടുക്കെന്ന് ഞാൻ നിൽക്കും. കണ്ടിട്ട് എങ്ങനെ എന്തോ ഒന്ന് സായി പോപ്പിടാ ചത്ത് എന്തായാലും ചാവുമായിരുന്നു. ബാക്ക് എടുത്താൽ മതി. അതെന്താ പറയുക, ഫ്ലാഷിൻ്റെ കുഞ്ഞോ ഇത്രയും പവറുണ്ടോ? സായി പോപ്പിടാ. ഒരു ഫ്ലാഷിൻ്റെ കുഞ്ഞ് പറന്ന് വരും, ചെന്നാൽ കയറും. അയ്യോ അവർക്ക് അവന് പോവാറുന്നല്ലോടെ. അവർക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ. നമ്മൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. നമ്മൾക്ക് ഒരു 4K ആണ് നമ്മുടെ ഇന്നത്തെ പൈസയുടെ ടാർഗറ്റ്. അങ്ങനത്തെ വലിയ എത്ര നേരം എന്ന് വെച്ചാൽ കാശ് നമുക്കിങ്ങനെ കളിക്കുന്നത്. ഇത് പോവുകയും ചെയ്ത് ഇതൊരു ടാസ്കോ ഇത്. ഓക്കെ, ഇപ്പം എത്ര ചേരുന്നുണ്ട് നമുക്ക്? 30 ചേർന്നുണ്ട്. ചാടാൻ പറ്റുമോ? ലാഗ് കാരണം ഇനി നമ്മൾ സൂം ചെയ്തോട്ടെ കളിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സൂം ചെയ്തോട്ടെ കളിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അവന്മാരുടെയൊക്കെ സ്പീഡൊക്കെ, അവന്മാർക്കൊക്കെ എന്ത് ഭാഗ്യമെന്നാ പറ. നമ്മൾ മാത്രം തൊലിഞ്ഞ ഗെയിമേഴ്സ്. 50 ആവുന്നതേ ഉള്ളൂ. പൈസ കിട്ടിയെങ്കിൽ വല്ലതും വാങ്ങാമായിരുന്നു. ഇനി നമ്മൾ അത് കടക്കും, അത് എനിക്ക് ഉറപ്പാണ്. ഇനി ഞാനത് കടത്തിട്ട് ആ ലാഭയും കൂടെ ഞാൻ ഇനി നോക്കും. ആരും പോവണ്ട, ഞാൻ പോയില്ലെങ്കിൽ നീയും പോകുന്നില്ല, അങ്ങനുണ്ട് അർത്ഥം. മാറിനടിച്ച് കട അവിടെ. നമ്മൾ പോയിട്ടങ്ങ് വരാം. അമ്മനെ. ഓ ഇവനൊക്കെ നല്ല സ്പീഡാന്ന് തോന്നുട്ടോ. ഓക്കെ. എൻ്റെ ഞാൻ ഫ്ലാഷിൻ്റെ കുഞ്ഞൊന്നുമല്ല ചത്ത്. ഫ്ലാഷിൻ്റെ കുഞ്ഞല്ലെന്ന് ഇപ്പം മനസ്സിലായി. അയ്യോ ഇവിടെ കായ് തെറ്റിപ്പോകണം. ഇനി ഒറ്റ നെക്കേ ഉള്ളൂ, ഒറ്റ നെക്ക്. സത്യം. എനിക്കതിനത് കടക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇത്രയും ആഗ്രഹിച്ച് ഞാൻ ഇരുന്നതാ. വിട്ട് മറ്റേ മിട്ടു. അവൻ ചത്ത്. അവൻ പറഞ്ഞില്ല, അവൻ ചത്ത്. കാരണം വെച്ചാൽ അവൻ വന്ന് വീണത് ഉണ്ടാവും. ഞാനിനി അങ്ങനെ കളിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ ആരും ചെയ്യണ്ട. ഞാനൊരു മണ്ടൻ ബുദ്ധി ഞാൻ കാണിച്ച്, മണ്ടൻ ബുദ്ധി അവിടെ മാത്രമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചിങ്ങും കുട്ടിങ്ങും എല്ലാം അവിടെ തന്നെ. എന്തിനാ അങ്ങനെ? എനിക്ക് മാത്രം ഈ റണ്ണിങ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊപ്പാട് വെട്ട പണിയാണ്. എത്ര മില്യണോ ബില്യണോ അങ്ങനെ വേണം ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ. മാറങ്ങോട്ട്. എൻ്റെ കുറേ നേരം കൊണ്ട് അവരുന്ന് ഓടുന്നു. ഒന്നും ആവുന്നില്ലല്ലോ ഇതുവരെ. ജസ്റ്റ് മിസ്സളിയോ ഞാൻ വിചാരിച്ചു അത് പോയി. ഞാൻ വേറെ എഴുത്തന്നെ എന്തെങ്കിലും ചെയ്തെന്ന്. എന്തെങ്കിലും ഞാൻ ഓടിയേനെ, ഞാൻ ചത്തേനെ, അങ്ങനെ പറയാം. മാറങ്ങോട്ട്. ഇനി ശ്വാസം വിട്ട് കളിക്കണം, ഇനി ശ്വാസം പിടിച്ച് കളിക്കണം. പോയി എല്ലാം പോയി. പൈസ നമുക്ക് 30 തന്നെയല്ലേ കയറുന്നത്? അതെന്തോ അങ്ങനെ ചടപടയെന്ന് കയറുന്നില്ല കേട്ടോ. അവിടെ വയറിന്ന് ഇടിച്ച് തറ വീണു, അത്രേ ഉള്ളൂ, ഒന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ ഫൈനൽ പാർട്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഫൈനൽ പാർട്ടാക്കിയാണ് എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. തോറ്റൊരു ചാവുകയാണല്ലോ ഇവിടെ. ഇതുവരെ ഒന്ന് ലെവലൊന്നും അങ്ങോട്ട് ആവുന്നില്ലല്ലോ ഇവിടെ. ഇത് ഫൈനൽ പാർട്ടായിരിക്കും, കാരണം ഞാൻ മടുത്ത് ഇത് റോബ്ലോക്സ് ഇങ്ങനത്തെ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ആരും ചത്തുപോകും. ആ ഒരവസ്ഥയാണ് റോബ്ലോക്സ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പന്നൊരു ഗെയിം കളിക്കുന്നത്. ഏതവനാണോ എന്തോ ഇതുണ്ടാക്കിയത്. എൻ്റെ കുടലാൻ കുത്തിയെടുക്കുമായിരുന്നു. കുടൽ കുത്തിയെടുക്കത്തില്ല മോനെ. എനിക്ക് ധൃതിയില്ല. എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ധൃതിയില്ല. ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഒളിയാ. എനിക്ക് ധൃതിയില്ല, എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം തല ലാഭിക്കത്തിന് ചുമന്നതുകൊണ്ട്
ഓളീസ് വെൽ എല്ലാം റെഡിയാവും. ഒരു പ്ലേ സ്റ്റേഷനും PS5 ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. അവൻ്റെ ബാക്കിലുള്ള സുന ഉണ്ടോ, അതിന് ഏറ്റവും കൂടുതൽ സ്പീഡെന്നാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും. എടാ അക്പെറ്റ് വരുന്ന തന്നെമാരല്ല വാ റഫൊക്കെ പോട്ട് ഞാൻ എടാ എന്താടാ അത് അങ്ങനെ. എനിക്ക് ആ ലാവയുടെ അവിടെ വരെ ഞാൻ എത്തുക. അത് കഴിവില്ലാത്തതുകൊണ്ടാണോ അത് ബോറടിച്ചോണ്ടാണോ ചുമ്മാ കളിക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ ഫൈനൽ പാട്ടായിരിക്കും. എനിക്ക് ലാവ ഒന്നും അല്ല, എനിക്ക് അതൊന്ന് കടന്നു കഴിഞ്ഞാൽ ഞാൻ നിർത്തും ഗെയിം. ഇവിടെ വെച്ച് ഞാൻ നിർത്തും എന്ന് വെച്ചാൽ ആവുകയാണ് മുട്ട ഞാൻ നിർത്തും. എനിക്ക് വയ്യ കളിക്കാൻ, മടുത്ത്. കുറേ നേരം കൊണ്ട് കളിക്കുമല്ലായിരുന്നോ. എടാ എന്ത് പാടാ അതങ്ങനെ. അവനെ ഞാൻ വെട്ടിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ പോന്നേക്കളവനെ. അവൻ്റെ കാല് വേന്നുണ്ട് ഇങ്ങനെ പോന്നവൻ ഇങ്ങനെ. അത് പന്ന പരിപാടി കേട്ടോ. അവൻ കാണിക്കുന്നത് പന്ന പരിപാടിയാണ്. ഞാൻ നേരത്തെ കാണിക്കുന്നവനെ പന്ന പരിപാടിയാണ് അവൻ കാണിക്കുന്നത്. എനിക്കിങ്ങനെ പന്ന പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിലപ്പം ചിലവന്മാർ കൃഷ്ണ ജോയിൻഡ് എന്തി ക്രിസ് ഇതാണോ ക്രിസ് ഇതാണ്ടല്ലേ ഞാനടാ വാ ഫൈറ്റർ. ഇപ്പം എക്സ്പെക്റ്റ് ആവും തോന്നുന്നു. എന്തിയാ വന്നില്ലല്ലോ. എല്ലാവരും വന്നില്ല, മാത്രം വന്നില്ല. നോക്കട്ടെ അവൻ വരുമായിരിക്കും. വന്ന് കണ്ടേ അവനാണോ അത് പറക്കുന്നേ. അല്ലാ പക്ഷെ ഞാൻ മിണ്ടായിരുന്നു ചെയ്യാൻ നോക്കാം. ചിലപ്പോൾ അപ്പം ഫലിക്കുമായിരിക്കും. റീബർത്ത് ചെയ്താ മച്ചോ. നമ്മൾ റീബർത്ത് ചെയ്ത് അതറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ റീബർത്ത് ചെയ്ത് എന്നെ വിട്ടേരെ അണ്ണ. ഞാൻ പറന്നായിരുന്നു പണ്ട്. ഇപ്പം അതിൻ്റെ എല്ലാം പോയി. പഞ്ചാമനോമന കുഞ്ചുവണേ പഞ്ചാര വിത്തു നതന്ന കൊഞ്ചു പഞ്ചാര കൊഞ്ചി വന്ന് പേര് വന്നു. അങ്ങോട്ട് കയറട്ടെ. എന്താ ചേട്ടാ അങ്ങോട്ട് വലിവില്ലാത്ത വണ്ടിക്ക് ചട്ടപ്പെട്ടാന്ന് അങ്ങോട്ട് കയറും. അങ്ങോട്ട് എന്ത് വിധത്തൊക്കെ താമസം. റീബർത്തൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് നല്ലപോലെ കയറുന്നതാണല്ലോ. ഇതെന്താ താമസം. നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകേണ്ടവരാ നമ്മൾ, അതറിയാവോ. എനിക്ക് എങ്ങനെയും 60 ആക്കണം കേട്ടോ. അതാണ് എൻ്റെ ടാർഗറ്റ്. ഇതിൽ കുളി കയറുന്നില്ല ഗൈസ്. പണിപാളി അപ്പത്തെ ഇത്ര വെച്ച് കയറുന്നത് ഇപ്പം കുറഞ്ഞെന്ന് തോന്നുന്നത്. പണിപാളി അങ്ങനെയുള്ളവന്മാരെ ഞാൻ കൊല്ലുമല്ലോ. ഇത്രയോ 40 വരെ കഷ്ടപ്പെട്ട് കയറ്റിയതാ. ഇപ്പം കഷ്ടപ്പെടാനൊന്നും വേണ്ട. ചടപടാന്ന് കയറുന്നു. ഇനി റീബർത്ത് ചെയ്യാൻ മിക്കവാറും ഒരു 60, 700, 300, 50 അല്ലായിരിക്കും. മിക്കവാറും ഇനി 80, 90 കണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ നേരം കയറും. ഇതിനേക്കാളും നല്ല ഇതാണ്. ഇതിപ്പോൾ 25. ഇതെത്രയൊക്കെ വെച്ച് കയറുന്നത്? ഇത് 55 വെച്ച് കയറുന്നോ? ഇത് കൊള്ളാമല്ലേ കളി ഇഷ്ടപ്പെട്ട് എനിക്ക്. ഒന്നിക്ക് ഇഷ്ടപ്പെട്ട് കളി. ഞാൻ ഓടി പഠിക്കട്ടെ. പക്ഷെ നമുക്ക് പൈസ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് പൈസ കിട്ടിയെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഈ 2 സ്പീഡ് XP വരുമെന്ന് പറയുന്നുള്ളൂ. പക്ഷെ എടുക്കുമ്പോൾ 80 റോബക്സ് ഒക്കെ ഇടയും. അങ്ങനെ വരുന്നത് അത് പറഞ്ഞ പരിപാടി ചേട്ടാ. അതെനിക്കിഷ്ടമല്ല ചേട്ടാ. നമുക്കറിയാം അതെന്തുവാണെന്ന്. ഞാൻ അതിനകത്ത് ഇപ്പം കയറും. കാരണം ഞാൻ റീബർത്ത് ചെയ്തുകൊണ്ട് ആ 40ൻ്റെ അവൻ കിടന്ന് ഓടുന്നത്. എനിക്കത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ കിടന്ന് ഇപ്പോൾ ഒരു ഓട്ടം ഓടിക്കഴിഞ്ഞാലേ
ഇപ്പം മൊത്തം അതിപ്പോൾ കയറി വരുന്ന കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെ ഓടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് ഗൈസ്. അപ്പം നിങ്ങൾ അതിനകത്ത് കയറാൻ നിങ്ങൾ ഇങ്ങനെ ഓടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ഓടുമ്പോഴത്തേന് ഇതുണ്ട്, നമ്മളത് പെയ്യെ അത് കയറത്തുള്ളൂ. പക്ഷേ ഇതിനകത്താണെങ്കിൽ നല്ല സ്പീഡിൽ കയറുന്നത് കൊണ്ട് നല്ല പവർഫുള്ളുമാണ് കേട്ടോ. ഇപ്പം എനിക്ക് വെറുതെ ഇരിക്കാൻ നേരം കഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ കയറുന്നത്. നമുക്കൊന്ന് കടക്കാൻ പോയിട്ടേ, നമുക്കൊന്ന് അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. ഈ ബോൾ നേരത്തേനൊന്ന് കളിയാക്കിയായിരുന്നു, അതിൻ്റെ ശിക്ഷയാണ് ബോളെ നിനക്കൊള്ളേ. ചാമ ഉള്ളത് തന്നെ, അതെനിക്ക് നല്ലോണം അറിയാം. ചാമ ഉള്ളത് തന്നെയാണ്, അല്ലാതെ ഞാൻ ജനിക്കത്തൊന്നുമില്ലല്ലോ. ഇനി നേരെ ഇങ്ങനെ ഇരിക്കാം. ഞാനൊരു കാര്യം പറയാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഒരു ഗെയിമിനത് എൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾക്ക് ബസ് സിമുലേറ്റർ ഇന്ത്യക്കകത്ത് നിങ്ങൾ കയറാം. അത് ഞാൻ നാളെ എന്തായാലും കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് എന്തായാലും നാളെയും മറ്റന്നാളും കുറച്ച് ദിവസം കൂടി ഞാൻ ഇനി വീഡിയോ ഇടത്തില്ല. ഞാൻ ഒരു ദിവസം പറയും, ആ ഒരു ദിവസത്തിൽ ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും. ആ ഒരു ദിവസത്തിലായിരിക്കും ഗൈസ് അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ കൂടെ വയ്ക്കാം. അത് നമ്മൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ സമയമൊക്കെ ഞാൻ ഷോർട്സ് ഞാൻ പറയും, സമയം പറയും, പിന്നെ എൻ്റെ കോഡ് ഞാൻ പറയും. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, കോഡ് ഞാൻ പറയും. ഇപ്പോൾ 2 മണിക്കായിരിക്കും ഞാൻ ഇടുന്നത്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാം, ഷെയർ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് കയറുന്നുണ്ട്, അത് കയറുന്നുണ്ട്. ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഞാൻ പറയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2, 3, 5 ദിവസം കഴിയുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം. പക്ഷേ അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി നമുക്ക് കിടിലായിട്ടുണ്ട് കേട്ടോ. ലെവൽ 39 40. എന്തിടാവൻ അവനിപ്പം ഒന്നും പറയണ്ടായോ? ഇപ്പം അവന്മാർക്കൊന്നും പറയണ്ടായോ? 40 കയറി ഞാൻ 40 50 പറന്ന് ഞാൻ പറക്കും. ഓക്കെ ബിരിയാണി. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടം ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചതൊക്കെ. ബൈ ബൈ. നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.